ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു മിനി ബൊക്കെ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് കണ്ടാലോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനി ബൊക്കെ മാത്രമല്ല ഈ ഒരു ടൈപ്പിൽ തന്നെയുള്ള കുറച്ച് വലിയ സൈസ് ബൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ പോർഷൻസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വലിയ ബൊക്കെ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ അതൊന്ന് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിക്ക് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. മാക്സിമം നല്ല രീതിക്ക് വാച്ച് ചെയ്യാൻ നോക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പറയുന്നത് മനസ്സിലാക്കി ചെയ്യാം നമുക്ക്. അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഒരു തവണയോ 2 തവണയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. ഒരു തവണ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപോകാം. പിന്നെ എന്ത് ചെയ്യുക, ബൊക്കെ മേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഓരോ പ്രോസസ്സ് നോക്കി ചെയ്യാം. അങ്ങനെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ തന്നെ മാക്സിമം നോക്കുക. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബൊക്കെ എത്ര നീറ്റായിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാന്നുള്ളത് ഞാനിതിൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയും ചെയ്യും. ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജസ്റ്റ് എൻഗേജ്മെൻറ്റിനോ വെഡ്ഡിങ്ങിനോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻഗേജ്മെൻറ്റിനോ വെഡ്ഡിങ്ങിനോ ആയാലും അതല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ കസിൻസിൻ്റെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാണെന്നുണ്ടെങ്കിലും ഇത് യൂസ്ഫുള്ളാവും. ഇപ്പോൾ ബ്രൈഡ് ടു ബി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു ടൈപ്പ് ബൊക്കെ ചെയ്യണമെങ്കിൽ യൂസ്ഫുള്ളാവും. കുറച്ച് ബൊക്കെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടി ചെയ്താലും ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ ബൊക്കെ ഷീറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കണം എന്നേ ഉള്ളൂ. സെയിം വേയിൽ തന്നെ നമുക്ക് ബൊക്കെ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മിനി ബൊക്കേക്ക് ഒരു ബൊക്കെ ഷീറ്റ് മതി. ബൊക്കെ ഷീറ്റ് ഓരോ നിങ്ങൾ ഇത് എവിടെ ഇരുന്നാണ് കാണണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ ബന്ധപ്പെടുത്തി പറയുന്ന കാര്യമായതുകൊണ്ട് അത് പറഞ്ഞത്. നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണണമെന്ന് കറക്റ്റ് എനിക്കറിയില്ല, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിലേ നിങ്ങളുടെ അവിടെ ഉള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ നിങ്ങൾ പോയി ചോദിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ടൈമിൽ ഇതുണ്ടെങ്കിൽ റേറ്റ് എത്രയാ, അവിടെ ഇല്ലെങ്കിൽ ഇത് വേറെ ഏത് ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ അവർക്ക് അറിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലോ ഒക്കെ പറഞ്ഞുതരും. ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയും. ഷോപ്പ് അത് മാത്രമുള്ളെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കലേ ഉള്ളൂ. പിന്നെ ബാക്കി വേണ്ട ഐറ്റംസൊക്കെ ഓൺലൈനിൽ തന്നെ നല്ല ഷോപ്സുകളുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കിയെടുക്കണം. നിങ്ങൾക്ക് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതല്ല എനിക്ക് അയച്ചു തരാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോപ്പൊക്കെ പറഞ്ഞു തരാം. ചില പ്രോഡക്റ്റ്സ് നമുക്ക് അയച്ചു തരാൻ പറ്റില്ല, ചിലത് അയച്ചു തരാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഹാമ്പർ ബോക്സസ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതൊക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജൊക്കെ ആവുന്നുള്ളൂ. നിയർ ബൈ ഷോപ്പിലാകുമ്പോൾ നമുക്ക് ബസ് ചാർജ് എത്രയെന്ന് വെച്ചാൽ കൊടുത്തിട്ട്, എല്ലാം നിങ്ങൾ വേറെ കാറിനോ മറ്റോ വണ്ടിക്കൊക്കെയാണ് പോകണമെങ്കിൽ ആ ഒരു ഇത് മതി, പെട്രോൾ ചാർജ് കാര്യങ്ങളൊക്കെ. അങ്ങനെ പോയി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുമെന്നാണ് ഒരു കാര്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ബൊക്കെ ഷീറ്റ് ഉണ്ടോയെന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചാൽ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ വേണ്ടത് ഫസ്റ്റ് തന്നെ ബൊക്കെ ഷീറ്റ് വേണം, ഒരെണ്ണം മതി മിനി ബൊക്കേക്ക്. നിങ്ങൾക്ക് വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇത്ര എണ്ണം, ഇപ്പോൾ ഒരു 3 ബൊക്കെ ഷീറ്റ് വേണ്ടി വരുമെന്ന് വിചാരിക്കണോടത്ത് ഒരു 4, 5, 5 വെക്കുക. എന്നിട്ട് ചിലപ്പോൾ ഇതെടുക്കേണ്ടി വരും, ചിലപ്പോൾ അതെടുക്കേണ്ടി വരില്ല. ആ 3 ഷീറ്റിലൊക്കെ ഒതുങ്ങിയേക്കാം. അപ്പോൾ അത് ബാക്കിയുള്ളതാണെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, പിന്നീട് യൂസ്ഫുള്ളാണ്. ക്രാഫ്റ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഓർഡർ വരുമ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എപ്പോഴേലൊക്കെ മേക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ക്രാഫ്റ്റ് വർക്ക് വീഡിയോസൊക്കെ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ, യൂട്യൂബിലുള്ള വീഡിയോസ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു DIY പോലൊക്കെ ചെയ്ത് ഇടാൻ പറ്റിയതാണ് ബൊക്കെ ഷീറ്റ്. പിന്നെ ഒരു ഫ്ലവർ വേണം. പിന്നെ ഞാനിതുപോലെ ചെറിയ ഫ്ലവേഴ്സോ ഒക്കെ ലീവ്സോ ഒക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് കുറച്ച് പീസസ് വാങ്ങിച്ച് വെച്ചതുകൊണ്ട്. പിന്നെ ഇത് ഇപ്പം ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ ലീഫ് പോലത്തെ സംഭവമില്ലേ, ഫ്ലവർ അല്ലാതെ, അത് എനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബഞ്ചസ് വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കിട്ടുന്നതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സിലൊക്കെ വാങ്ങിക്കുന്നതുണ്ടാവില്ലേ, അതിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടും. നമ്മളുടെ കയ്യിൽ വാങ്ങിച്ച് വെച്ചതില്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയിട്ട് ഒരു പീസൊക്കെ അല്ലേ ഒന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത്
ഒരു റിബൺ വേണം. അത് ആനിവേഴ്സറി റിബൺ ആണെന്നുണ്ടെങ്കിൽ ആനിവേഴ്സറി റിബൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെക്കുക. ബർത്ത്ഡേ റിബൺ ആണ് വേണ്ടെങ്കിൽ ബർത്ത്ഡേ റിബൺ കിട്ടുകയാണെങ്കിൽ വെക്കുക. അല്ലെങ്കിൽ കസ്റ്റമർ സെയിം റെഫറൻസ് ഒക്കെ തന്ന് പ്രിൻറ്റ് കാര്യങ്ങളുള്ളത് റിബൺ വേണ്ട, ഇന്ന കളർ റിബൺ മതി എന്ന് പറഞ്ഞാൽ അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. ചിലർ കളർ കസ്റ്റമൈസേഷൻ എല്ലാത്തിലും പറയും. ബൊക്കെ ഷീറ്റ് ഇന്ന കളറായിരിക്കണം, ബൊക്കെ ഫ്ലവർ ഇന്ന കളറായിരിക്കണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇന്ന ചോക്ലേറ്റ് ആയിരിക്കണം, എല്ലാം പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ കിട്ടുന്ന കാര്യങ്ങളാണ് നോക്കുക. ചോക്ലേറ്റ് അത്യാവശ്യം ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആയിരിക്കും. ഫ്ലവേഴ്സ് ചിലപ്പോൾ നമ്മൾ പോകുന്ന ഷോപ്പിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഓൺലൈനിൽ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം അവരോട് പറയാൻ ഇങ്ങനത്തെ ഇന്ന കളേഴ്സൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. നിങ്ങൾ വല്ല ഷോപ്പിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്നവർ ഇതുണ്ടാവുമല്ലോ, അവിടെ അന്വേഷിച്ചിട്ടൊക്കെ പറയണം. അതാണ് കുറച്ച് ബെറ്റർ. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ള കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈ കളർ സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഉള്ളത് ഇന്ന കളറാണ്, ബാക്കി നിങ്ങൾ പറഞ്ഞ കളറ് ഇപ്പം എൻ്റെ സ്റ്റോക്കില്ല, അപ്പോൾ ഷോപ്പിലൊന്ന് അന്വേഷിച്ചിട്ട് വേണം എനിക്ക് പറയാൻ. അങ്ങനെ പറഞ്ഞാലും മതി. പെട്ടെന്നുള്ള ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഷോപ്പിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ഷോപ്പ് അടക്കണതിൽ മുമ്പോട്ടുള്ള ടൈമൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ അറിയണം സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ചിലവർ സ്ഥിരമായിട്ട് പോകണമെന്നില്ല, നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞുതരും. അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഞാൻ പോണ ക്രാഫ്റ്റ് ഷോപ്പിൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഷോപ്സിൻ്റെ ഒക്കെ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അത് നല്ല യൂസ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഈ എൻക്വയറി വന്ന സാധനത്തിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ബസ് കാശ് കൊടുത്ത് പോകുകയെന്ന് പറഞ്ഞാൽ അത്ര പോസിബിളായ കാര്യമില്ല. അത് ഓരോ സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാലും അതിനനുസരിച്ച് ബസ് ചാർജ് ആവും. പിന്നെ നമ്മൾക്ക് ഒന്ന് കുറച്ചൊരു 15 മിനിറ്റൊക്കെ നടന്ന് എത്തുന്നുണ്ട്. നടക്കാൻ 15 മിനിറ്റ് നടന്നാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഒന്ന് പോയി നോക്കാം, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഏകദേശം ഈ ഒരു ഞാൻ പറഞ്ഞൊരു ദൂരമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നടന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ ബസ് ചാർജ് ആവില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ എന്നുണ്ടെങ്കിൽ ചെറിയ ദൂരമൊക്കെ എന്നുണ്ടെങ്കിൽ നടന്ന് പോയി അന്വേഷിക്കാൻ പറ്റുന്നത്. അങ്ങനെ പോയൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണവർക്ക് അങ്ങനെ കിട്ടുന്ന വാക്കുകളൊന്നും മിസ്സാവാതെ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യത കൂടും. ചിലർ എൻക്വയറി മാത്രമായിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബസ് ചാർജൊക്കെ കളഞ്ഞ് നമുക്ക് എൻക്വയറിക്ക് മാത്രം പോയി അന്വേഷിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു സാധനത്തിന് ഇത്ര പ്രൈസ് ആവുന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് പറയണം, ഇത് ഞാൻ നിങ്ങൾ ഇത് ഏകദേശം കൺഫേം ആക്കാനൊരു ചെറിയ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണം, എന്നാലും എനിക്ക് പോയി അന്വേഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കുന്ന പേയ്മെൻറ്റൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടി വരും. അത് പോസിബിൾ അല്ല എന്ന് അവരോട് പറയണം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പയ്യെ വർക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അത് ബൊക്കെ ആണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊക്കെ ഷീറ്റ് വേണം, ഫ്ലവേഴ്സ് വേണം, ഇതേപോലത്തെ ലീവ്സോ ചെറിയ ഫ്ലവേഴ്സോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യണം. പിന്നെ ബൊക്കയുടെ സ്റ്റിക്ക് വേണം. അതായത് ബാമ്പു സ്റ്റിക്കുന്നോ ഒരു ബൊക്കെ മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കുന്നോ പറഞ്ഞാൽ ഏകദേശം അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൊരു സ്റ്റിക്കില്ലേ, അതാണ് സംഭവം. ഇനി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതാണ് ബൊക്കെ സ്റ്റിക്ക് എന്നുള്ളത് കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സെലോ ടേപ്പ് വേണം. പിന്നെ ആ ഒരു സെലോ ടേപ്പ് സ്റ്റാൻഡർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അത് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ. മറ്റേതാകുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നീളത്തിലൊന്നും സെലോ ടേപ്പ് എടുക്കാൻ പറ്റില്ല. ഇത് ആവശ്യമുള്ളത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് അതുമൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അതുമ്പോൾ തന്നെ മറ്റേ കട്ടറുണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമക്കി വലിച്ചു കഴിഞ്ഞാൽ സംഭവം കട്ടായി പോകുന്നോളും. പിന്നെ കത്രിക ഇതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഒന്നും കൂടെ എല്ലാ ഐറ്റംസ് ഓരോന്നായിട്ട് പറയാം. ഇതിപ്പോൾ ഓരോന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ബൊക്കേക്ക് ടോട്ടലി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബൊക്കെ ഷീറ്റ് വേണം. അതുപോലെ തന്നെ ഒരു ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ വേണം. നിങ്ങൾക്ക് ഇനി ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വേണം. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആ ഐറ്റംസൊക്കെ വേണം. ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മിനി ബൊക്കെ ഈ ഒരു ബൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയെന്ന് പറയാം. ഒരു ബൊക്കെ ഷീറ്റ് വേണം നമുക്ക് ഈ മിനി ബൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഫ്ലവർ വേണം. പിന്നെ നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു മിനി ലീഫ് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ അത് കറക്റ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്കിതൊക്കെ കട്ട് ചെയ്ത് ബൊക്കെ ഷീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക വേണം. അതുപോലെ സെലോ ടേപ്പ് വേണം. പിന്നെ ഒരു റിബൺ വേണം, സാറ്റിൻ റിബണോ മറ്റോ വേണം.
ഓക്കെ, ഇത്രയും ഐറ്റംസാണ് വേണ്ടത് കേട്ടോ. ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കുകയും കൂടിയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് സ്ക്രീനിൽ കൊടുക്കാമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്ക്സൊക്കെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ വലിയ ബൊക്കേസോ ചോക്ലേറ്റ് ബൊക്കേസോ അങ്ങനെ എന്തും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം. അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പിൽ. അപ്പോൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളോട് നമ്മൾ ചോദിക്കും. നിങ്ങൾ പറയുന്ന ഐറ്റംസ് വെച്ച് ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പറയും. തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തൊക്കെ, എത്ര പീസ് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് എങ്ങനെ വയ്ക്കാം, ഫ്ലേവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് എത്രത്തോളം വയ്ക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ടാണ് വാട്സപ്പിൽ എൻക്വയറി ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മളൊരു ബൊക്കെ ഷീറ്റിന് എന്ത് ചെയ്യും എന്നറിയോ, ആദ്യം തന്നെ ഈക്വലായിട്ട് ഒന്ന് മടക്കും. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും ഈക്വലായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യും. അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 4 പീസായിട്ട് ആ ബൊക്കെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലൊരു പീസ് എന്താ ചെയ്യുക, എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് മടക്കുക. വീഡിയോയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും മറിച്ചൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും മതി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. ബൊക്കെ ഷീറ്റ് ഇപ്പം ഞാൻ മടക്കണ പോലെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു രീതിക്ക് ഇതേപോലെ ഏകദേശം ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എന്നേക്കാളും നല്ല ക്രിയേറ്റീവ് തോട്ടൊക്കെ വരുന്നവരായിരിക്കും ചിലപ്പോൾ ഇത് കാണണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേലും ഭംഗിയായിട്ട് മിനി ബൊക്കെ ആണെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ഹാൻഡ് മെയ്ഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്, വേറൊരാൾ ഉണ്ടാക്കിയ പോലെ ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കുന്നത്. റെഫറൻസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം, വീഡിയോ കണ്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും സെയിം പോലെ സെയിം ആയിട്ട് വരില്ല. ഇങ്ങനെ പറയില്ലേ, സെയിം ബട്ട് ഡിഫറെൻറ്റ്, അത് എൻ്റെ സംഭവം. അങ്ങനെയാണ്, സെയിം ആയിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അതങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അതാ. പിന്നെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ സെയിം ഫ്രെയിമൊക്കെ എന്നുണ്ടെങ്കിൽ സെയിം ഫ്രെയിം നോക്കാം. പിന്നെ എഡിറ്റിങ് സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെയിം ആക്കാം, കിട്ടിയ എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ആ സെയിം എലമെൻറ്റ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ സെയിം തന്നെ ആക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാമെന്നല്ലാണ്ട് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ഇതൊക്കെ ഫ്ലവേഴ്സ് ബൊക്കെ ഷീറ്റൊക്കെ ഉള്ളൂ. ബാക്കി അതൊക്കെ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുള്ളൂ. സെല്ലോ ടൈപ്പ് കാര്യങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് ഉള്ളൂ. ബാക്കി ഫുള്ള് നമ്മളുടെ ഹാൻഡ് മാജിക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഫോൾഡ് ചെയ്ത ലാസ്റ്റ് ഭാഗം ഇതിൽ ചെറിയൊരു പാട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, കമൻറ്റിൽ ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ നെക്സ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയും ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതിൽ ഞാൻ എന്താ ചെയ്യുക, നമുക്ക് പിടിക്കാൻ പാകത്തിനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടി. അങ്ങനെ വിട്ടു പോരുന്ന പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ കേട്ടോ. ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ, നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒരു വോയിസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. മ്യൂസിക് കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാണ് ഇങ്ങനെ തന്നെ ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിടാൻ പറ്റുമെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. ഈ ഒരു മിനി ബൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് എനിക്ക് പറയാൻ എന്തോരുണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൊടുക്കാതെ ഇടും. ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി എങ്ങനെ ഇത് മേക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിക്ക് തന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇതിൽ നമ്മൾ വീണ്ടും നല്ലോണം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബൊക്കെ ഷീറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തൊന്നും കൂടെ. അത് കഴിഞ്ഞ് ഗ്ലൂ തേക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യാം. അത് പക്ഷേ പേപ്പറിലായ പേപ്പർ ചിലപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ആ സാധ്യതയുണ്ട്. ഫോം ബോർഡിലൊക്കെ തന്നെ ഞാൻ ഹാമ്പർ ബോക്സ് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പുക പോലെയൊക്കെ വരും. ശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ വരുന്നേ. അപ്പോൾ നല്ല ഗ്ലൂ ആണത്. അത് പക്ഷേ തിന്നായിട്ടുള്ള പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഹാമ്പേഴ്സിലോ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യാതിരിക്കുക. അതിന് ബെറ്റർ നമ്മളുടെ ഈ ഒരു B7000 ഗ്ലൂ ആണ്. അത് കുറച്ച് ടൈമൊന്നും എടുക്കും ഒന്നിരിക്കാൻ, ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചൊരു 2-3 സെക്കൻഡ് വേണ്ട, അതിനുള്ളിൽ തന്നെ 1 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ സംഭവം സെറ്റാവും. അപ്പോൾ
ഇങ്ങനെയുള്ള ഗ്ലൂസിൻ്റെ ഒരു എന്താണ് ഗുണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ B7000 ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടുമില്ല, അത് ടൈം എടുക്കും എന്നുള്ളത് തന്നെ സംഭവം. ടൈം എടുക്കണ വരെ അതൊന്ന് സെറ്റായി അമക്കി പിടിക്കാനോ കാര്യങ്ങളോ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ ഫ്ലെക്സ് ക്യൂക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സാധനം പെട്ടെന്ന് സ്റ്റിക്കാവും. അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് രീതിയിലാണ് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കിട്ടേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിയിരിക്കും. പിന്നെ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യമാണ്. പറിച്ചെടുത്ത് വരുമ്പോൾ സാധനത്തിൻ്റെ പകുതി എവിടെ നിന്നാണോ പറിച്ചത് അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് അവസ്ഥ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, അറിയണവരായിരിക്കുള്ളൂ എല്ലാവരും കൂടുതലും. ഇനി ഇതൊക്കെ യൂസ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്നൊക്കെ ഒന്ന് കാണാനുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് കാണുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ, പിന്നീട് ചെയ്ത് നോക്കണമെന്ന് തോന്നിയാലും ഈ ഒരു ഗ്ലൂവിൻ്റെ രണ്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ ബൊക്കെ ഇവിടെ എന്താ ഫസ്റ്റ് പോർഷൻ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും നമ്മൾ ലീവ്സ് പോലെ രണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഷീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് ഇടുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ ആയിരിക്കും ഞാൻ ആ ഒരു ഹാമ്പർ ബോക്സിൻ്റെ വീഡിയോ ഇടുന്നത്. കാരണം December 17 കഴിഞ്ഞാൽ എനിക്ക് ആ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റുള്ളൂ. വേറെ 2-3 കോമ്പോസും ആഡ് ചെയ്തതുണ്ട്. മേക്ക് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതൊക്കെ രണ്ട് വീഡിയോസായിട്ടാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ കാണണം കേട്ടോ. ഇത് നേരത്തെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്താൽ പ്രശ്നമില്ല. ഇതൊരു ബൊക്കെയാണ്. അപ്പോൾ ബൊക്കെ ആർക്കാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മൾ പേരൊന്നും കൊടുക്കാത്തതുകൊണ്ടോ ഫോട്ടോ കൊടുക്കാത്തതുകൊണ്ടോ മനസ്സിലാവില്ല. പക്ഷേ ഹാമ്പറിൽ റിംഗ് ആൽബം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോട്ടോസ് വെച്ചിട്ടുള്ള. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് ഇടുന്നതിലും ഭേദം ആ ഒരു ടൈമിൽ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ആ ടൈം കഴിഞ്ഞിട്ട് ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇനി വരുന്നത്. സംഭവങ്ങൾ, അതായത് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സിനെ പറ്റി മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഞാനതിൽ എനിക്കറിയാവുന്നത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിക്കും അതുപോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് സെർച്ചൊക്കെ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനും ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വീഡിയോസൊക്കെ തപ്പിപ്പിടിച്ച് നോക്കി. ചിലപ്പോൾ നമുക്ക് ചിലരോട് ഡൗട്ടൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഡൗട്ട്സൊക്കെ അവർ പറഞ്ഞു തരും. ചിലവർക്ക് അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്, അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു അഭിപ്രായത്തിനെ മാനിക്കണം. കാരണം അത് അവരുടെ എഫേർട്ടിൽ അവർ ഉണ്ടാക്കിയെടുത്തൊരു പേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളതും അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ പല രീതിയിൽ ആൾക്കാരുണ്ട്. ഇതിൽ പറഞ്ഞു തരുന്നതുകൊണ്ട് പ്രശ്നമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ട്, പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് നിങ്ങളും അതുപോലെ കണ്ടുപിടിക്കൂ. അങ്ങനെ ചിന്തിക്കുന്നവർ തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് പറഞ്ഞു തരുന്നവർ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ആ ഒരു ടൈമിൽ കഴിഞ്ഞു പോകും. നമ്മളോട് കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞവർ അവർക്ക് താല്പര്യം ഇല്ല പറഞ്ഞു തരാൻ. മാത്രമല്ല അവരുടെ കഷ്ടപ്പാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് എളുപ്പത്തിൽ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു വിഷമം തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്തും അങ്ങനെ പറയാം. പക്ഷേ അതും നമുക്ക് യൂസ്ഫുള്ളാവും. രണ്ട് രീതിയിലുള്ള ആൾക്കാരും നമുക്ക് യൂസ്ഫുള്ളാണ്. ഒരെണ്ണം നമുക്ക് വിവരങ്ങൾ പെട്ടെന്ന് കിട്ടും, നമ്മൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. അവർക്കറിയാവുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ മറ്റവരെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് നമ്മുടെ മൈൻഡിലിട്ട് അത് ചിന്തിച്ച് നമ്മളത് ഉണ്ടാക്കിയെടുക്കും എങ്ങനെയെങ്കിലും. അത്രക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് കസ്റ്റമറാണ്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തെടുക്കും. ടൈമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനും കാര്യങ്ങൾക്കും ടൈമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ഓർഡർ മേടിക്കാനും ചെയ്യാനൊക്കെ ഫസ്റ്റ് ടൈമിൽ വരുന്ന ഓരോ ഓർഡർ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ കളയാനേ തോന്നില്ല. പക്ഷെ ചിലത് എക്സാംസൊക്കെ വന്ന് പെട്ടതിനാൽ നമുക്കത് പറ്റില്ല എന്ന് അവരോട് പറയേണ്ടി വരും. ഞാൻ മുമ്പത്തെ വീഡിയോയിലോ ഇത് കഴിഞ്ഞിടുന്ന വീഡിയോയിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ടിടുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി വോയിസ് ഓവർ കൊടുത്ത് വെച്ച് കഴിഞ്ഞു ആ വീഡിയോ. ഇനി ഇടാനുള്ളൊരു താമസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ
നമ്മൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഓരോ ഓർഡറും സ്പെഷ്യലാണ്. ആദ്യം മുതൽ കിട്ടിയ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള ഓരോ ഓർഡറും. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഓർഡർ കിട്ടുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ചിലപ്പോൾ എളുപ്പമായിരിക്കും. അത് നമ്മൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് കാണും. ഞാൻ 6 മാസത്തോളം ഇതിന് വേണ്ടിയിട്ട് വീഡിയോസ് കണ്ട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ക്രാഫ്റ്റ് വർക്ക് അല്ലാതെ എംബ്രോയ്ഡറി ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് നോക്കി എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞു നിനക്കൊരു ബിസിനസ്സായിട്ട് തുടങ്ങിക്കൂടെയെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ നിന്ന് തപ്പിയിരുന്നിട്ട് നല്ല ക്ലാസ് കണ്ടുപിടിച്ചു, ഫുള്ള് സ്റ്റിച്ചസ് ഉള്ളത്. ഞാനതൊക്കെ തുന്നി പഠിച്ചു. വെളുപ്പിന് 2 മണിക്കും 3 മണിക്കൊക്കെ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുമായിരുന്നു. അതായത് എനിക്ക് ഒരു കാര്യം പഠിക്കണം എന്ന് തോന്നിയാൽ ഞാനതങ്ങനെ പഠിക്കും. അങ്ങനെ ഞാൻ പഠിച്ചെടുത്തു. പിന്നെ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സിന് വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് റെഫറൻസ് പിക്ക് വേണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം. എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിന് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സിസ്റ്റേഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് 2 പേർക്കും ബർത്ത്ഡേക്ക് ഞാൻ ഓരോ എംബ്രോയ്ഡറി ഹൂപ്പ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ആനിവേഴ്സറിക്ക് കപ്പിൾ ലെറ്റർ ഹൂപ്പ്, അതുപോലെ തന്നെ അവരുടെ കപ്പിൾ കുറച്ച് വലുതായിട്ടുള്ള കപ്പിൾ ഫോട്ടോ, അവരുടെ ഫോട്ടോയിൽ ഒരു ജസ്റ്റ് കപ്പിൾ ഫോട്ടോ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് വെച്ചിട്ട് ഫ്ലോറൽ ഹാർട്ടിലുള്ള എംബ്രോയ്ഡറി കൊടുത്ത് നെയിമൊക്കെ എഴുതിയിട്ട് എംബ്രോയ്ഡറി ഹൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാടെയും വാപ്പാടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് തന്നെ. അത് കലണ്ടർ തീമിലുള്ള ഒരു എംബ്രോയ്ഡറി ഹൂപ്പ്. പിന്നെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി തന്നെ ഞാൻ SR, ഇതാണ് ഉമ്മാടെയും വാപ്പാടെയും ഫസ്റ്റ് ലെറ്റർ വരുന്നത്. അപ്പോൾ SR എന്നുള്ളൊരു വേറെ ടൈപ്പ്, ഒരു കുറച്ചുകൂടെ സൈസ് കൂടിയ ടൈപ്പ് കപ്പിൾ ലെറ്റർ ഹൂപ്പ് ചെയ്തു. അങ്ങനെ ഫോട്ടോസ് ഞാൻ എടുത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം 2000 സംതിങ് വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കൂടുതൽ എംബ്രോയ്ഡറി ഹൂപ്പ്സിലും 1000-ന് മേലെ വ്യൂസ് എനിക്ക് ഫസ്റ്റ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന്, എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൻ്റെ പുറത്ത് അത്രയും പെർഫെക്റ്റായി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ചെയ്തൊരു വർക്കാണ്. അതിനെനിക്ക് 1000 സംതിങ് പ്ലസ് വ്യൂസ് കിട്ടിയിരുന്നു. അത് ഞാൻ ആർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തല്ല, എനിക്ക് സ്വന്തം ഞാൻ എത്രത്തോളം എംബ്രോയ്ഡറി ഹൂപ്പ് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്നത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഭാഗത്തേക്കായിരിക്കില്ല തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ ക്രാഫ്റ്റ് ഫീൽഡിലുള്ള പലരും മുൻപ് ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ആർട്ടൊക്കെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഡ്രോയിങ് ചെയ്ത് തുടങ്ങിയവരുണ്ട്. അങ്ങനെ അവർക്ക് ആദ്യം ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കാലിഗ്രഫി ചെയ്ത് തുടങ്ങിയവരുണ്ട്. അതും അവർ പറയുന്നുണ്ട് അവർ എത്ര രൂപക്കൊക്കെ മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഫ്രെയിം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നോ ഒക്കെ ഉള്ളൂ. ഷോപ്പുകളിലുണ്ട്, ഷോപ്പുകാർ ചെയ്ത് കൊടുക്കുന്നല്ലാണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് വരുന്ന ഒരു കൊറോണ കാലത്താണ് അവർ ഈ എല്ലാ ക്രിയേറ്റിവിറ്റിയും പൊടി തട്ടി എടുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഒരു കാലയളവിലാണ് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടം. കണ്ട് എനിക്ക് ഇത് ചെയ്യണമെന്ന് തോന്നി. ചെയ്താൽ ചെറിയൊരു വരുമാനം കിട്ടുമെന്ന് തോന്നി. അങ്ങനെ ചെയ്ത് നമുക്ക് ഓർഡേഴ്സ് ഇങ്ങനെ കിട്ടി വരണം. കിട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഫോണിൽ റീചാർജ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എടുക്കണമെങ്കിലും കാര്യങ്ങൾക്കും എല്ലെങ്കിലും ഫോണുള്ളവരാണെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യണം. നമ്മൾക്ക് നമ്മളെ പേരൻസിൻ്റെ നിന്ന് പൈസ വാങ്ങാണ്ട് സ്വന്തമായിട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിലേക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് 2024 ഏപ്രിൽ തൊട്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്യാനുള്ള പൈസ എനിക്ക് കിട്ടിത്തുടങ്ങി. അങ്ങനെ നമുക്ക് തുടങ്ങി അപ്പം തന്നെയല്ല, തുടങ്ങി കുറച്ച് കഴിയണമായിരിക്കും. എനിക്ക് ജനുവരി തൊട്ടാണ് ഞാൻ ഫ്രെയിംസ് എൻ്റെ ഒരു 3rd സെം എക്സാം കഴിഞ്ഞു ടൈമിൽ, ഡിഗ്രിയുടെ 3rd സെം എക്സാം കഴിഞ്ഞ ടൈം ഞാൻ ഇട്ടതാണ് ഫ്രെയിംസ്. അതിന് മുമ്പ് സെയിൽ ചെയ്യുന്നു. പേജ് ഒക്ടോബർ 18, 2023 സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എംബ്രോയ്ഡറി ഹൂപ്പ്സിൻ്റെ ഇട്ടിട്ടുണ്ട്, ഫ്രെയിംസും ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എക്സാം കഴിഞ്ഞു ജനുവരി 23 മറ്റോ ഞങ്ങൾ എക്സാം കഴിഞ്ഞത്. ആ ഒരു ടൈമിലാണ് ഞാൻ 25-ാം തീയതി തൊട്ടെത്തിയാണ്. ജനുവരി 25-ാം തീയതി തൊട്ട് ഒരു ഓഫർ ഇട്ട്. അന്ന് എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നത് എൻ്റെ ഇത്താത്തയാണ്, 2ാമത്തെ ഓർഡർ തന്നത് എൻ്റെ ഇത്താത്തയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അവർ രണ്ടുപേരും. പിന്നെ 3ാമത്തെ ഓർഡർ തന്നത് എൻ്റെ ഉമ്മയാണ്. ഈ 3 ഓർഡർ എനിക്ക് കിട്ടി. അത് ഞാൻ പേക്ക് ചെയ്ത വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫസ്റ്റ് ഓർഡറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുമ്പ് ഞാൻ ഫ്രെയിമിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയിട്ട് ഒരു ഫ്രെയിം ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് കറക്റ്റായിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ ക്ലാസ്സിൽ അന്ന് ഉച്ച വരെയൊക്കെ ക്ലാസ് ഉണ്ടായുള്ളൂ. ആ ഒരു ടൈമിൽ ഒരു കുട്ടി എനിക്ക് എൻക്വയറി ചെയ്ത്. അപ്പോൾ അത്യാവശ്യമില്ല വീട് ആ കുട്ടിയുടെ. അപ്പോൾ
ഒരു ഫ്രെയിം വേണം, എത്ര ഡേയ്സ് എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ 10 ദിവസമൊക്കെ എടുക്കും എന്നുള്ളത് പറഞ്ഞു. തുടങ്ങിയ ടൈം ആയതുകൊണ്ട് നമുക്കിത് ചെയ്ത് അയക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ എത്ര ടൈം കൊണ്ട് എത്തും എന്നറിയില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്ന് വേണമെന്ന് വെച്ചപ്പോൾ പിറ്റേ ദിവസം വേണം. അപ്പോൾ വന്നെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അന്ന് ക്ലാസ്സിലായതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രെയിം വാങ്ങിക്കാം, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ബസ്സിലുള്ള ടൈമൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ്. ആ ഒരു വർക്ക് എനിക്ക് എടുക്കണം എങ്ങനെയെങ്കിലും. എനിക്ക് കിട്ടിയ അതും ഇൻസ്റ്റാ ത്രൂ കിട്ടിയ ഫസ്റ്റ് ഓർഡറും എനിക്ക് എൻ്റെ ഇത്താത്തമാരും ഉമ്മയും തന്ന വർക്കല്ലാണ്ട് എനിക്ക് കിട്ടിയ ഫസ്റ്റ് വർക്ക് അതാണ്. പിന്നെ 4ാമത്തെ ഓർഡർ എൻ്റെ അതും ഇൻസ്റ്റ ത്രൂ വരുന്ന ഫസ്റ്റ് ഓർഡർ. ഫർഹാന എന്നാണ് ആ കുട്ടിയുടെ നെയിം ഉണ്ടായത്. അപ്പോൾ ആ കുട്ടി ഫസ്റ്റ് ഇയറിൽ അസ്മാബി പഠിക്കായിരുന്നു, അതെന്നോട് പറഞ്ഞു. അപ്പോൾ അസ്മാബിയിൽ എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ച മദ്രസയിൽ പഠിച്ചൊരു കൂട്ടുകാരത്തിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഫർഹാന എന്നാണ് അവളുടെയും പേര്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ അവളെ അങ്ങനെ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, അവൾ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അത് മേക്ക് ചെയ്ത് അവളെ കൊടുത്തയച്ചു. അങ്ങനെ അവൾ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഞാൻ അങ്ങനെ കൊടുത്തു, ഡിസ്പാച്ച് ചെയ്തു. ഇത് ഓരോ ദിവസം കൊണ്ട് അന്ന് വന്ന ഓർഡർ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്ത് അന്ന് തന്നെ അവളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്ത് പിറ്റേ ദിവസം അവൾ കൊണ്ട് കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം ത്രൂ കിട്ടിയ ഓർഡർ. പിന്നെ അൽഹംദുലില്ലാ ഇപ്പോഴാണ് എനിക്ക് കൂടുതലും പിന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ എൻക്വയറീസ് വന്നു തുടങ്ങിയതും ഓർഡേഴ്സ് കിട്ടുന്നതും. മുൻപ് വല്ലപ്പോഴും 1 2 അങ്ങനെയൊക്കെ വന്നിരുന്നത് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ വർക്ക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുൻപ് ഓർഡർ തന്നവരെന്നെ എനിക്ക് ഓർഡർ വരുന്ന ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരും കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ നമ്മളുടെ ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ നമ്മൾ ലക്കിയാണ്. അവർ ത്രൂ തന്നെ ബാക്കി അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫാമിലി അങ്ങനെ കിട്ടും. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് അവർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ അറിയാവുന്നവർ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇട്ടും എനിക്ക് അങ്ങനെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവരപ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ആരെങ്കിലും വന്നാൽ എന്നോട് ചോദിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ അധികം അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കണത് അവർ പറയണേലും ഭേദം എന്താ ഞാൻ പറയണതെന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ അവർക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ കൊടുത്ത് അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഓർഡർ കിട്ടിയതിൽ അങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. എനിക്ക് എൻ്റെ ഇത്താത്താടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്, പിന്നെ റിലേറ്റീവ്സ് എൻ്റെ ഉമ്മാടെയും വാപ്പാടെയും റിലേറ്റീവ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ എൻ്റെ റിലേറ്റീവ്സ്. അപ്പോൾ അതാ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർ തന്നെ എൻ്റെ നിന്ന് കുറച്ചധികം പേര് 2-3 പേരല്ല ക്ലാസ്സിലുള്ള കുറച്ചധികം പേരെന്നെ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റായിട്ട്. അവരുടെ ഫ്രണ്ട്സിന് വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാനും അവരുടെ ഫ്രണ്ട്സ് വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്, ഓർഡറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഹാമ്പർ വർക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ തന്നെയാണ്. സാന്ദ്ര എന്നാണ് അവളുടെ പേര്. അവളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഒരു ആനിവേഴ്സറി ഹാമ്പർ കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേച്ചിക്ക് നമ്പർ കൊടുത്തിട്ട് അവളെന്നോട് ഡീറ്റെയിൽസ് ചോദിച്ച് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേച്ചിക്ക് നമ്പർ കൊടുത്ത് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത്. ആ ചേച്ചി ഡയറക്റ്റ് വന്നെടുത്തോളാന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് പുത്തമ്പള്ളിയാണ്, അതായത് എൻ്റെ വീട് വരുന്നത് കരിക്കുളം ആ ഭാഗത്താണ്. അഴീക്കോട് തന്നെയാണ് ഈ 2 സ്റ്റോപ്പുകളുള്ളത്. അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്ന് എടുത്തോളാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുത്തമ്പള്ളിയിലാണ് ഹസ്ബൻഡിൻ്റെ വീടല്ലോ. അപ്പോൾ ആനിവേഴ്സറിയുടെ തലേ ദിവസം ഏപ്രിൽ 23-ാം തീയതി ആയിരുന്നു തോന്നുന്നു ആനിവേഴ്സറി. 22-ാം തീയതി വന്ന് ഒരു ഈവനിങ് ഒക്കെ ആവാനായപ്പോൾ വന്ന് കരിക്കുളത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ആ ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഹാമ്പർ ഓർഡർ അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്തവരുടെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് ഓർഡേഴ്സ് സപ്പോർട്ട് എല്ലാം കിട്ടുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. അങ്ങനെയും ഒരു ഇത് ഞാൻ തുടങ്ങുന്ന ടൈമിൽ കേട്ടിട്ടുണ്ട്. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിലപ്പോൾ ചെയ്യണമെന്നില്ല, പക്ഷേ എന്നെ അവർ സപ്പോർട്ട് ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര് സപ്പോർട്ട് ചെയ്താലില്ലെങ്കിലും നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരേ ഒരു കിട്ടണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തവർ, ചിലപ്പോൾ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ളവരുണ്ട്. അവർ അത്യാവശ്യം ഇതിലെത്തിക്കഴിയുമ്പോഴാണ് യൂട്യൂബിലൂടെ അവരുടെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയാറ്. അല്ലെങ്കിൽ തുടങ്ങി കുറച്ചെത്തുമ്പോൾ ഇതുപോലെ ഞാനൊരു 2 years കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ഇതുപോലെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ യൂസ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ ആരെ പ്രതീക്ഷിച്ചും ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് എടുക്കുക, ചെയ്യുക.
അത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഉയർന്നു വരുമ്പോൾ അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അംഗീകരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, അത് മുമ്പ് ചെയ്തു വന്നവരൊക്കെ അവരുടെ ഒരു അനുഭവം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എനിക്ക് അൽഹംദുലില്ലാ സപ്പോർട്ട് കിട്ടി. ചിലയിടത്തുനിന്ന് റിജക്ഷൻ കിട്ടുന്നതുണ്ടാവും, അത് പ്രശ്നമില്ല. റിജക്ഷനും ഉണ്ടാവും, അക്സെപ്റ്റൻസും ഉണ്ടാവും. അത് നമ്മൾ രണ്ടും അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. ആ ഒരു വിഷമം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സന്തോഷത്തേക്ക് മാറ്റും. അവരെന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എന്നിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ചിന്തയിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ മടിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബൊക്കയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് മടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മനസ്സിലാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബൊക്കെ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോണ് ഞാൻ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ തന്നെ കണ്ടോ വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എൻ്റെ വോയിസ് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗണ്ട് കുറച്ചിട്ട് കേട്ടാൽ മതി. എൻ്റെ ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേൾക്കണം. ബൊക്കയുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതും കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അതറിയിക്കുക, അത് കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണാമെന്നൊന്ന് കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ ഫാമിലിയിലുള്ളവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പറയുക. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ല ഇത്. 2 years എന്ന് പറയുമ്പോൾ ചെറുതാണ്. ഈ ഒരു ജേർണിയിൽ 5 years 6 years ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വല്ല യൂട്യൂബിൽ വല്ലതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാര്യങ്ങൾ അറിയാത്തതൊക്കെ അതൊക്കെ കണ്ടാണ്. ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല, പക്ഷെ അതൊക്കെ കണ്ട് പിന്നെ അതിനോട് ഇഷ്ടം തോന്നി അങ്ങനെ തുടങ്ങി. പിന്നെ നമ്മളത് അൽഹംദുലില്ലാ നമ്മളെ ഫിനാൻഷ്യലി ചെറിയ രീതിയിലെങ്കിലും നമ്മളെ പാരൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക. പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞത് സ്കൂളിലോ കോളേജിലോ വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നതോടൊപ്പം പഠനത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം. ഇത് നമുക്ക് വീണ്ടും ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ. പഠിക്കുന്ന ടൈമിൽ കുറച്ചധികം ശ്രദ്ധ പഠിക്കുന്നതിന് കൊടുക്കുക. അങ്ങനെ നല്ല നിങ്ങൾക്ക് പറ്റുന്ന സ്കോറൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഇതല്ലാതെ ഒരു ജോബ് നിങ്ങളുടെ പ്രൊഫഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പാഷൻ തന്നെ പ്രൊഫഷനായി കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. അത് രണ്ടും നടക്കണമെങ്കിലും എഡ്യൂക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ വന്നെങ്കിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പ്രശ്നമില്ല. പിന്നെ വർക്ക് ചെയ്യുന്നവർ, അതായത് 9 to 5 PM അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക്, ആ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. അങ്ങനെ വർക്ക് ചെയ്യുന്നവർ തന്നെ ബാക്കിയുള്ള ടൈം ഇതേപോലെ സ്റ്റിച്ചിങ്ങോ ക്രാഫ്റ്റിങ്ങോ റെസിൻ വർക്കോ ക്രോഷേ വർക്കോ അങ്ങനെ എല്ലാം ചെയ്യുന്നവരുണ്ടാവും. പടം വരയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വരച്ചു കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കുട്ടികളുടെ യുഗമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും മൾട്ടി ടാലൻറ്റ് നമുക്ക് നേടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. നമുക്ക് ഒരു കാര്യം മാത്രമല്ല, ഒരു കാര്യം ചെയ്തുകൊണ്ട് വേറെ കാര്യം അതിൻ്റെ കൂടെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നവരാണല്ലോ കൂടുതൽ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്താൽ എൻ്റെ മാത്രമല്ല ഇഷ്ടംപോലെ എല്ലാവരുടെ വീഡിയോസ് വരും. എൻ്റെ വീഡിയോ അതൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ വരാം, ഞാനിപ്പോൾ തുടങ്ങിയത് കൊണ്ട് മാത്രം. അപ്പോൾ ഇതിനേക്കാൾ നല്ല വ്യൂസൊക്കെ കിട്ടിയ വീഡിയോസ് ഉണ്ട്, അതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഞാനും ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പടച്ചോൻ നമ്മുടെ ആഗ്രഹം നല്ലതാണ്, നമ്മളുടെ സ്വപ്നങ്ങൾ ആരെയും വേദനിപ്പിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പടച്ചോൻ തരും. അങ്ങനെ ചിന്തിച്ച് ചെയ്യുക. നല്ലപോലെ നമ്മൾ ഫുള്ള് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. ബാക്കിയൊക്കെ നോക്കിക്കോളും പഠിച്ചവൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കരുത്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യണം, ബാക്കി പ്രാർത്ഥിച്ച് പഠിച്ചവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അത്രയേ ഉള്ളൂ.
ഇനി നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് എവിടെയാണോ റിലീഫ് കിട്ടുന്നത് അവിടെ പോയൊരു ആശ്വാസം നേടാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ.